സ്ത്രീകളെ നിസ്സാരവൽക്കരിക്കുക എന്നത് ജാഹിലിയ കാലത്ത് നിലനിന്നിരുന്ന ഒരു പ്രവണതയാണ്. ഈ പ്രവണതയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്ത മതമാണ് ഇസ്ലാം. ജനനം മുതൽ മരണം വരെ അവരുടെ എല്ലാവിധ അവകാശങ്ങളും അവർക്ക് നൽകി അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഇസ്ലാം പുരുഷന്മാർക്ക് നൽകിയതാണ്. പ്രവാചകൻ തൻ്റെ പ്രസിദ്ധമായ പ്രഭാഷണത്തിൽ തൻ്റെ അനുചരന്മാരോട് പറഞ്ഞത് ഇപ്രകാരമാണ്: സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. എന്നാൽ സ്ത്രീകൾക്കുള്ള ഈ സംരക്ഷണവും കരുതലും നൽകുന്ന കാര്യത്തിൽ പുരുഷന്മാർ വീഴ്ച വരുത്തുന്നതായാണ് ചരിത്രത്തിൽ നാം കാണുന്നത്. അടിമ എന്ന് പറയുന്നില്ലെങ്കിലും അടിമകളെപ്പോലെയാണ് പലരും അവരോട് പെരുമാറുന്നത്. വീടുകളിൽ വെച്ച് നടത്തപ്പെടുന്ന പല ചടങ്ങുകളിൽ പോലും പുരുഷന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുമ്പോൾ സ്ത്രീകൾ ബാക്കി വരുന്നത് കൊണ്ട് തൃപ്തിപ്പെടേണ്ട അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. ഇനി ആരാധനാ സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലാണെങ്കിൽ പറയാതിരിക്കലാകും ഭേദം. ഇന്ന് പള്ളികളോട് ചേർന്ന് ഒരു ബോർഡ് കാണാനാകും: യാത്രക്കാരായ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സ്ഥലം. ചെന്ന് നോക്കിയാലോ സൗകര്യപ്രദമായ ശുചിമുറിയോ വൃത്തിയുള്ള പായയോ വെളിച്ചമോ ഒന്നും തന്നെ പലയിടത്തും ഉണ്ടാകില്ല. എന്നാൽ അതിന് തൊട്ടടുത്ത് പള്ളിയിൽ പുരുഷന്മാർക്ക് വേണ്ടി ഒരുക്കിയതാകട്ടെ AC, ഫാൻ, വില കൂടിയ വിരിപ്പ് മുതലായവയും. സ്ത്രീകളല്ലേ, അവർക്ക് അത്രയൊക്കെ മതി എന്ന ചിന്തയാണ് പല മഹല്ല് ഭാരവാഹികളെയും ഈ വിധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് സ്ത്രീകളുടെ കാര്യത്തിലുള്ള ഇത്തരം സമീപനം അള്ളാഹു ഒരിക്കലും മാപ്പാക്കില്ല എന്നതാണ്. സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന പ്രവാചക വചനം ഇതാണ് വ്യക്തമാക്കുന്നത്. ഭക്ഷണ വിഷയത്തിലാണെങ്കിലും ആരാധനാ സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലാണെങ്കിലും മറ്റേത് വിഷയത്തിലാണെങ്കിലും ആവശ്യം വേണ്ട പരിഗണന സ്ത്രീകൾക്ക് നാം നൽകേണ്ടതുണ്ട്. അത് നമ്മുടെ ബാധ്യതയാണ്.